പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. നമസ്കാരം. കാലാകാലങ്ങളിൽ EP ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPM പാർട്ടിയുടെ CC മെമ്പർ, അദ്ദേഹത്തിൻ്റെതായ ഓരോ തമാശകൾ പറയും. ആ തമാശയ്ക്ക് എന്നും ആ തമാശകളെന്നും എവർ ഗ്രീൻ തമാശകൾ തന്നെയായിരിക്കും. ഇതാ ഇന്നിപ്പോൾ പാർട്ടിയുടെ പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനിടയിൽ EP ജയരാജൻ സഖാവ് ഒരു കണ്ടുപിടുത്തം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നു. ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. നിങ്ങൾ ആ പ്രസംഗം കേട്ടല്ലോ. അതായത് EP ജയരാജൻ സഖാവ് പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ സംസാരിച്ചതാണ് ഈ കാര്യങ്ങൾ. ഏതായാലും അദ്ദേഹം ഈ സംസാരിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ ആ കാണുന്ന ആ വേദിയിൽ സഖാവ് കൊടിയേരിയുടെ ഒരു ചിത്രം കാണാം. സഖാവ് കൊടിയേരിയുടെ ഒരു ചിരിക്കുന്ന ചിത്രമാണ്. സഖാവ് കൊടിയേരി ഒരുപക്ഷെ പറയുകയാവാം, എൻ്റെ പൊന്ന് ജയരാജ, എൻ്റെ പൊന്ന് EP, ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരം പറച്ചിലുകൾ നിർത്തൂ എന്ന് ആ ചിരിക്കുന്ന മുഖം പറയുന്നതായി സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തോന്നുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ടാകും. ഏതായാലും EP-യോട് ഇനി ഇത്തരം മണ്ടത്തരങ്ങൾ പറയണമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഇല്ല എന്ന് വേണം കരുതാൻ. ഏതായാലും ഇത്തരത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തൽ എന്തെന്നല്ലേ, അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ നശിപ്പിക്കാനായി ഒരു കൂട്ടം പേർ പിന്നെ ഡിഗ്രി വിദ്യാഭ്യാസം പോലെ PG പോലെ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന് കേരളത്തിൽ പാർട്ടിയെ ഇല്ലാതാക്കും. ഏതായാലും സസ്പെൻസ് ഇതാണ്. ഞാൻ തുടക്കത്തിലൊരു മെമ്പടിയൊക്കെ ഇട്ട് പറഞ്ഞു വന്നു. ഇതായിരുന്നു കാര്യം. പാർട്ടിയെ തകർക്കാൻ അമേരിക്കയിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കൊല്ലത്ത് കുലശേഖരപുരത്ത് ഇപ്പോൾ പാർട്ടിയുടെ LC സമ്മേളനത്തിൽ റോഡിൽ സംസ്ഥാന കമ്മിറ്റി നേതാക്കളെയൊക്കെ അകത്തിട്ട് പൂട്ടിയ ഒരു തന്ത്രം, ജനാധിപത്യം പാർട്ടിയിൽ വേണമെന്ന് പറഞ്ഞൊരു തന്ത്രം, അത് ഒരു കാര്യം. രണ്ട്, കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയ പാർട്ടിയിലെ സേവ് CPM-കാർ, അത് വേറൊരു വിഭാഗം. പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ തോൽപ്പിച്ച് പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ തോൽപ്പിക്കാനായി വിഭാഗീയത നടത്തിയ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. പിന്നെ ഇനിയുള്ളത് പിന്നെ ആലപ്പുഴയിൽ സുധാകരനെതിരെയുള്ള ആരോപണങ്ങൾ. ആലപ്പുഴയിൽ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു അംഗം, പിന്നെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ BJP-യിലേക്ക് പോകുന്നു. ഇങ്ങനെ CPM-നെ തകർക്കാനായി ഒരു ഗൂഢസംഘം അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കരുനാഗപ്പള്ളിയിൽ, കൊല്ലത്ത്, തിരുവല്ലയിൽ, പിന്നെ കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്, എന്തിന് ആലപ്പുഴയിലെ സുധാകരൻ്റെ വിഷയം, ഇതെല്ലാം
അമേരിക്കയിൽ നിന്ന് പഠിച്ചിറങ്ങി വന്നവരുടെ ഒരു സംഘം കേരളത്തിൽ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനായി ഇറങ്ങി തിരിച്ചത് ആണെന്നാണ് സഖാവ് ഇ.പിയുടെ പക്ഷം. ഏതായാലും പാർട്ടി തകർന്നത് ഇങ്ങനെയാണെന്ന് ഇ.പിയുടെ പുതിയ കണ്ടുപിടുത്തം ഏതായാലും പാർട്ടിയിലുള്ള സകല പിണക്കവും മാറ്റിവെച്ച് ഇ.പി ഇപ്പോൾ വേദികളിൽ സജ്ജമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇ.പി സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞ കുറേ തമാശകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്ന് പാർട്ടിയെ തകർക്കേണ്ട ആവശ്യം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അമേരിക്കയ്ക്ക് നടത്തേണ്ട കാര്യമുണ്ടോ? അത് നമുക്കറിയില്ല. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ അവിടുന്ന് പഠിച്ചു വന്നവർക്ക് ഈ പാർട്ടിയെ തകർത്തിട്ട് എന്താണ്, അല്ലാതെ തന്നെ ഈ പാർട്ടി ഇവിടെ നാമാവശേഷമായിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ജനത്തിന് നന്നായി അറിയാം. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരും. ഇവിടുന്ന് അമേരിക്കയിൽ കൂടെ പോകുന്ന ഒരു നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖനുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പോകുന്ന അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കാണ് എന്നാണ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇ.പിയുടെ ഭാഷയിൽ സഖാവ് പിണറായി വിജയൻ തന്നെയാണോ അമേരിക്കയിൽ ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരുമായിട്ടൊക്കെ പഠിച്ചിട്ട് അവിടെ നിന്ന് പോന്നിട്ട് അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് സഖാവ് ഇ.പിയോട് നാം ചോദിച്ചു പോവുകയാണ്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ചികിത്സാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് എന്നാണ് തോന്നുന്നത്. എന്നാൽ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ഇ.പി ഇത്തരത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞ കുറേ ഇത്തരം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഒരു റീക്യാപ്പ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രവാണിയുമായി നാം ക്രൈം ന്യൂസിൽ നിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ക്രൈം ന്യൂസ് പ്രതിനിധിയുമായി അദ്ദേഹം സംസാരിച്ചതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം രതീഷ് ചക്രവാണി സാർ. നമസ്കാരം സാർ, ഞാൻ വിളിച്ചത് നമ്മുടെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹം ഇന്ന് രാവിലെ കണ്ണൂരെ ഒരു ഏരിയ സമ്മേളനമാണെന്ന് തോന്നുന്നു. ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, CPM-നെ തകർക്കാനായി അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് ഉണ്ടെന്നും അത് പഠിച്ചിറങ്ങി വരുന്നവരാണ് ഇവിടെ CPM-നെ തകർക്കുന്നതെന്നും. സർ, ഇത് കേൾക്കുമ്പോ എന്താണ് സാർ ഇതിൽ താങ്കൾക്ക് പറയാനുള്ളത്? അമേരിക്കയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് വേണോ CPM-നെ ഇവിടെ തകർക്കാൻ? അല്ലാതെ തന്നെ CPM അവര് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ബോധ്യമൊന്നുമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ഈ എവിടെ നിന്നെങ്കിൽ കുറച്ച് കാര്യം അത്തരത്തിൽ ഇപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ ഇവിടെ എറണാകുളത്ത് സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായിയുണ്ട്. അദ്ദേഹം സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അപ്പൊ അദ്ദേഹവുമായിട്ട് ഞാനൊരു നമ്മുടെ പഴയ മേഴ്സി വില്യംസ് ഒക്കെ ഇല്ലേ, മേയർ മേഴ്സി വില്യംസ് ഒക്കെ ഉണ്ടല്ലോ, ആ മേഴ്സി വില്യംസും അതുപോലെ നിരവധി ആളുകളായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയുന്നത്, ഒരാളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് അയാൾക്കൊരു പീപ്പിൾസ് ഇല്ല എന്നാണ്. അപ്പൊ ഈ പീപ്പിൾസ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവുള്ളൂ. നമുക്കിത് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഇയാൾ എന്ത് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇയാൾ വലിയ സമ്പന്നനാണ്. അതുകൊണ്ട് ഇയാൾക്ക് ചില സ്റ്റേജിലൊക്കെ അവസരം കൊടുക്കും CPM അടക്കമുള്ള പാർട്ടികൾ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയിലാണ് ഇയാളത് പറയണത്. അപ്പൊ ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാള് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പ്രിൻസിപ്പൾ, അതായത് നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു പ്രിൻസിപ്പൾസ് ഉള്ള ആളാണെന്ന് പറയുമല്ലോ. അപ്പൊ അത് ആ വാക്ക് ഇയാൾ ചുരണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് പക്ഷെ അത് മുഴുവനായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇയാളെ പീപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഈ സത്യത്തില് നമ്മുടെ ഇ.പി. ജയരാജനൊക്കെ എവിടെന്നെങ്കിലും കിട്ടി എന്തെങ്കിലും വാക്കെടുത്ത് ഇതുപോലെയൊക്കെ ഉപയോഗിക്കുകയാണ്. അയാൾ ആദ്യം പറയുന്നത് പോസ്റ്റ് മോഡേണിസം എന്നാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് പോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞത് കോഴ്സ് അവരവിടെ നടത്തുന്നുണ്ടെന്നാണ്. അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് അമേരിക്കയിൽ അങ്ങനെ നടത്തുന്നത് എന്നൊന്നും പുള്ളിക്ക് യാതൊരു ധാരണയില്ല. പിന്നെ പുള്ളി പറയണത് അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കേണ്ട, തമാശയായിട്ട് പുള്ളി എടുത്താൽ മതി. കാരണം പുള്ളി ഇതിനു മുമ്പ് ലയണൽ മെസ്സി, അതായത് അവര് കപ്പടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയ വണ്ണിന്റെ ചാനലിനോട് എന്റെ ഓർമ്മ. അന്ന് പുള്ളി പറയുന്നത് മേഴ്സി കപ്പടിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന അതിന് ന്യായീകരണം പറഞ്ഞത് ഞാൻ കേട്ട് ചിരിച്ചു. ന്യായീകരണം പറഞ്ഞത് വന്ന റിപ്പോർട്ടർ ഇയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ലയണൽ മെസ്സി എന്നുള്ള വിവരം മേഴ്സി എന്ന് പറഞ്ഞു. അപ്പൊ റിപ്പോർട്ടർക്ക് കുറച്ചുകൂടി വിവരം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും വന്ന് അതായിരിക്കും കറക്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ്
മേഴ്സി കപ്പ് കൊണ്ടേ പോകും എന്നാണ് ഇയാൾ പറയണത്. അതിന് ശേഷം ശരിക്കും വന്നിട്ടെങ്കിൽ നമ്മുടെ മുഹമ്മദ് അലി അന്തരിച്ചു. അന്ന് ഇയാൾ മന്ത്രിയാണെന്ന് ആലോചിക്കണം. അതായത് കായിക മന്ത്രിയാണ്. ഏത് മുഹമ്മദ് അലി, ബോക്സർ മുഹമ്മദ് അലി, അമേരിക്ക. അയാൾ കേരളം കണ്ടിട്ട് പോലുമില്ല. അയാളെ കുറിച്ച് ചോദിച്ചിട്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഇയാളൊരു താങ്ങ് താങ്ങി. ആ താങ്ങെന്ന് പറയുന്ന ഒരു 1.5 അടിയായിരുന്നു. പുള്ളി പറയുന്നത് കേരളത്തിന്റെ കായിക ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയതാണ് മുഹമ്മദ് അലി എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മുഹമ്മദ് അലി മരിച്ചുപോയത് നന്നായി എന്ന് നമുക്ക് തോന്നി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഇത്ര കരുത്തരായ പുള്ളി പോലും ചിലപ്പോൾ ഹൃദയസ്തംഭനം വന്ന് തകരാറിലായി മരിച്ചു വരാം. കാരണം ഈ ഡയലോഗ് കേരളമൊന്നും അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ ഇതുപോലെയുള്ള പല അടികളും പുള്ളി അടിക്കും. അതുപോലെ ഒരു ചെറിയ അടിയാണ് പുള്ളി അടിച്ചേക്കണം. പോസ്റ്റ് മോഡേൺ അവിടെ പഠിപ്പിച്ച് ഇങ്ങോട്ട് തകർക്കാൻ വേണ്ടി ആളെ വിടുന്നു. ഇങ്ങോട്ട് കേരളത്തിലെ CPM തകർക്കാനായിട്ട് ഇപ്പൊ ഇനി ഒരാളെയും വിടേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് പിണറായിയും ഇ പി ജയരാജനും കൂടി ഓൾറെഡി തകർത്ത് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ഞാൻ അതിന്റെ പുറത്തൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം CPM ഒരു തകർച്ച എന്ന് പറയുന്നത്, ജീർണത എന്ന് പറയുന്നത് അങ്ങേറ്റ പാരമ്യത്തിലേക്ക് നിൽക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അറിയേണ്ടത് പാലക്കാട്, അതുപോലെ തന്നെ മറ്റേ കരുനാഗപ്പള്ളി, ഈ പറയുന്ന എറണാകുളത്ത്, ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒരു 60, 65, 70 സ്ഥലങ്ങളിൽ കായികമായിട്ട് തന്നെയുള്ള ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്. അയ്യപ്പാസ് അറിയേണ്ടത് വൈറ്റിലെ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയില് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകള് മറ്റേ ഹോസ്പിറ്റലിലായിരുന്നു 7 ദിവസത്തോളം. അവിടെ നേരത്തെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ചന്ദ്രനെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പത്രത്തിൽ വരാത്തതും വന്നതുമായിട്ടുള്ള ഏതാണ്ട് 70-80 സ്ഥലങ്ങളിൽ കയ്യാങ്കളിയായി കഴിഞ്ഞു. അപ്പൊ അവിടെ അത്തരം സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് പുള്ളി ഇത് അമേരിക്കയിൽ നിന്ന് ആളെ കൊണ്ടുവരുമെന്ന് പറയണത്. ഇവിടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് അവിടെ പുതിയൊരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. EMS എന്ന് പറഞ്ഞാൽ പേരിട്ടേക്കാണ് അതിന്. അപ്പൊ അത്തരത്തിൽ സമാന്തരമായിട്ടുള്ള ഒരു പാർട്ടി സിസ്റ്റം തന്നെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചുമ്മാ വാചകമഴിയും ബ്ലണ്ടറും ഒക്കെ അറിയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിലേക്ക് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തത് പിണറായി വിജയനാണ്, രണ്ടാമത്തേത് ഇ പി ജയരാജനാണ്. ഇവർക്ക് രണ്ടുപേർക്കും പക്ഷെ നമ്മൾ അറിയുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലൊന്നും ഇവർക്ക് കോഴ്സ് കൊടുക്കേണ്ടി വന്നില്ല. കാരണം അല്ലാതെ തന്നെ ഇവിടെ തകർക്കാനുള്ള എല്ലാ പണിയും അവർ ചെയ്തിട്ടുണ്ട്. അതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറും അഭ്യാസങ്ങളാണ്. പിന്നെ ഇവരുടെ കാര്യത്തിലായി ഇത് ഇവര് ഇന്നും ഇന്നലെയും പരിചയിച്ച ശീലങ്ങളൊന്നും അല്ലെന്ന്. ഇവരിതൊക്കെ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇ പി ജയരാജനെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കേട്ട അദ്ദേഹത്തിന്റെ 3 തലമുറ കഴിഞ്ഞു പോലും എന്റെ അപ്പൂപ്പൻ ഇത് പറഞ്ഞു പോകുന്ന ആളുകൾക്ക് നടന്നു തോന്നും. കാരണം MN വിജയൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് ഇയാൾ നിയമസഭയിൽ അടിയടിച്ചു. അതായത് നമ്മളൊന്നാ മനസ്സിലാക്കണേ. ഇപ്പൊ മുഹമ്മദ് അലീനെ പുള്ളി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ പോട്ടെ എന്ന് പറയാം. പിന്നെ അമേരിക്കയിലെ ഏതെങ്കിലും കേസുകളോ അല്ലെങ്കിൽ ഇപ്പൊ ലയണൽ ആന്ത്രിയാസോ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളറെയോ അറിഞ്ഞില്ലെങ്കിലും ഒക്കെ അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ IM വിജയനും MN വിജയനായിട്ട് മാറിപ്പോകുന്ന ഒരു CPM നേതാവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്നിട്ട് നിയമസഭയിൽ ഇത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കും ഇദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ MN വിജയനോടൊപ്പം ഫുട്ബോൾ കളിച്ചതിന്റെയൊക്കെ ഇത് ഗുണത്തിലായിരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് കേരളത്തിലൊരു വനിതാ ഫുട്ബോൾ ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാണ്. അന്നേരം ചിരിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് MN വിജയൻ ഫുട്ബോൾ കളിക്കുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പൊ അതുപോലെയുള്ള ഡയലോഗുകൾ പലതും പുള്ളിയടിക്കും. പിന്നെ CPM കാരണം പൊതുവെയുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പാവപ്പെട്ട സാധാരണക്കാരെ ആളുകളെ പറ്റിക്കാനായിട്ട് ഇവർ ഇതുപോലെയുള്ള പല നുണകളും പറയും. മനസ്സിലായി? ഇപ്പൊ അമേരിക്കൻ CAA നമ്മളിവിടെ ഒന്ന് ഉപദ്രവിക്കുന്നു എന്നൊക്കെ അതൊന്നും ഇനി വിലപ്പോവില്ല സാർ. ആ ലോകമൊക്കെ പോയി, ആ കാര്യമൊക്കെ ലോകം പോയി എന്നും ഇവിടെ ഇന്റർനെറ്റ് വന്നു എന്നും ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിരവധി ഇൻഫർമേഷൻസ് കിട്ടുമെന്നും തലക്കകത്ത് ആൾതാമസമുള്ള ആളുകളും ഉണ്ടെന്നും വാരിക്കുന്തവുമായിട്ട് മറ്റേ മെഷീൻ ഗണ്ണിന്റെയും തോക്കിന്റെയും പുറത്തേക്ക് ചാടി വീണാൽ ചെല്ലുന്ന ആളുകളില്ലെന്നുള്ള ബോധ്യം ഇവർക്കൊന്നും വന്നിട്ടില്ല. സാർ അന്ന് ഉദാഹരണമാണ് സാറിപ്പോ സംസാരിച്ച കൊഴിഞ്ഞാമ്പാറയിലെ പുതിയ പാർട്ടി ഓഫീസും പുതിയ പാർട്ടിയും. അതാണ് പറയുന്നത്. അല്ല, നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുള്ളൂ. അതായത് ഇത് CPMന്റെ ഒരു ജീർണതയുടെ അങ്ങേയറ്റത്തേക്കാണ്. ഇത് ഇ പി ജയരാജൻ മാത്രം ചെയ്യുന്നൊരു പണിയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അറബിക്കഥ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ശ്രീനിവാസൻ അറിയാലോ? അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ വളരെ ഗംഭീരമായി എഴുതിയ തിരക്കഥയിൽ അത് നന്നായിട്ട് എടുത്തിട്ടുള്ള ലാൽ ജോസിന്റെ സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ ഇവര് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ലാൽ ജോസ് CAA
ചാരനാണെന്ന് പറഞ്ഞു. അതെ 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 അങ്ങനെ പറഞ്ഞു. ലാൽ ജോസ് CAA ചാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ലാൽ ജോസ് പറഞ്ഞേക്കൊണ്ടൊരു കമന്റ് ഉണ്ട്. ലാൽ ജോസ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പിറ്റേന്ന് ഈ ആരോപണം വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കി പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ ഒരു CAA ചാരനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്താ തന്നെ കാണാൻ വേണ്ടിയിട്ട് കണ്ണാടി നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടില് 10 പേരെങ്കിൽ 10 പേരെ പറ്റിക്കാം എന്നാണ് ഇവര് വിചാരിക്കുന്നത്. അതിലൊരു വലിയ പൊട്ടത്തരമാണോ ഈ DC ബുക്സിൽ അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പോടെയും കൊടുത്തില്ല എന്ന് പറയുന്നത്? അദ്ദേഹം പറയുന്നത് പച്ച കള്ളമാണെന്ന് ഈ സമൂഹത്തിന് അറിയാമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലേ? എന്ത് പറയുന്നു? അതും ഒരു പച്ച കള്ളമല്ലേ? അല്ല, DC ബുക്സ് വിഷയമാണ് സത്യത്തിൽ. DC ബുക്സിലെ കട്ടൻ ചായ പരിപ്പോടെയും യഥാർത്ഥത്തിൽ അന്ന് മനഃപൂർവ്വമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പളച്ചു വിട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. ആ ന്യൂസിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് കൂടുതലായി വിറ്റുപോവുക, ബുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ദിവസം എന്നാണ്. DC ബുക്സ് അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 4-5 പേജ് പുറത്തേക്ക് വിടണമെന്ന് വിചാരിച്ചു. പക്ഷെ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ 189 പേജും പുറത്തേക്ക് വിട്ടു PDF ആയിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഇത് ഗൂഢാലോചന എന്നല്ല, യഥാർത്ഥത്തിൽ EP അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കി. ആ ചർച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് ബുക്ക് വിറ്റുപോകാൻ വേണ്ടി സഹായിക്കും. അത് ബുക്ക് വിൽക്കാനുള്ള ഇവരുടെ മറ്റൊരു തട്ടിപ്പ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജനത്തെ ഇത്രയും കാലം ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും ഇതിന്റെ ഉദാത്തമായ ആശയവും ഇവര് മറ്റേ കട്ടൻ ചായയും പരിപ്പോടയിൽ നിന്ന് വളരെ ഒരു തരത്തിലുള്ള നിസ്വാർത്ഥമായി ജീവിക്കുന്നവരാണെന്നുള്ള ചിന്തയും ഒക്കെ കൊടുത്തതിന്റെ അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. അതിന്റെ ഇടക്ക് പറയുന്ന ചെറിയ ചെറിയ മണ്ടത്തരങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. പുള്ളി അദ്ദേഹമായ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? അമേരിക്കയിലുള്ളവർക്ക് വേറെ പണിയില്ല. ഇവിടുന്ന് പോയി അത് പഠിച്ചാലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് കേരളത്തിൽ CPM നശിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലേ സാർ? അല്ല, ഇപ്പോഴും അല്ല, ഇതിൽ ഏറ്റവും വലിയ സത്യത്തിൽ അമേരിക്കയിൽ അങ്ങനെ ഒരു കോഴ്സ് നടത്തി ആരെങ്കിലും ഇങ്ങോട്ട് വിടേണ്ട ആവശ്യമുണ്ടോ ഈ പദത്തിൽ? ഇവർ ഈ ശരിക്കും പറഞ്ഞാൽ അവരൊറ്റ കാര്യം ചെയ്താൽ മതി. പിണറായിയുടെ ഭരണം കുറച്ചാളും കൂടി തുടരട്ടെ എന്ന് വിചാരിക്കുക. അതുപോലെ EP ജയരാജനൊക്കെ എന്ത് ചെയ്യുക, കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരട്ടെ എന്ന് വിചാരിക്കുക. സത്യത്തിൽ EP ജയരാജന് സംസ്ഥാന പാർട്ടി സെക്രട്ടറിയും കൂടി ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞാലേ. അതെ. അപ്പൊ എന്തായാലും പറയാം, ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ എന്താണ്? അതെ. അപ്പൊ അതുപോലെ ഈ പറയുന്ന ആളുകളെ കുറെ കാലം ഒരു 19 കൊല്ലത്തോളം ഇതെല്ലാം പറഞ്ഞ് മണ്ടന്മാരാക്കിയത് കൂടാതെ ഇനിയും മണ്ടന്മാരാക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇതുകൊണ്ട് അവർക്ക് ചില ഗുണങ്ങളുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ EP ജയരാജനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇടയ്ക്കൊക്കെ നമുക്കൊരു രസവും തമാശയൊക്കെ വേണ്ടേ. അപ്പൊ അല്ലാതെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയിട്ടായിട്ടില്ല. അപ്പൊ മേഴ്സി കപ്പും കൊണ്ട് പോകുന്നു. മറ്റേ മുഹമ്മദ് അലി കേരളത്തിന് വലിയ സംഭാവന നൽകിയിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആള് വരുമെന്നും പിന്നെ MN വിജയൻ ഫുട്ബോൾ കളിച്ചു എന്നൊക്കെ പറയാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഒക്കെ വേണം. അത് ഇനി ചിലപ്പോൾ അടുത്ത തലമുറയിലൊന്നും ആരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചിന്താ ജെറോമൊക്കെ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പൊ കോമ്പറ്റീഷൻ അവരുടെ പാർട്ടിക്ക് എത്തുന്നുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം. ഏതായാലും ചക്രവാണി സാറ് നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു വക താങ്കളുടെ സംഭാഷണത്തിൽ. പോസ്റ്റ് മോഡേണിസം ഒക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അമേരിക്കയില് ചില സംസ്കാരം അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ ഈ EP ജയരാജൻ പറഞ്ഞതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത്തരം കാര്യങ്ങൾ അതിനകത്തുള്ളൂ. ഏതായാലും സാർ വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ. ശരി. താങ്ക് യു.